ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചായ കുടിക്കാനിട്ട് ഞാൻ മക്കളൊക്കെ സ്കൂളിൽ പോയി രാവിലത്തെ തിക്കും തിരക്കൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അവരൊക്കെ പോയിട്ട് ഇന്ന് സമാധാനത്തിൽ ഇന്ന് ചായ കുടിക്കാനിട്ടാ. ഇനി വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. അവർ സ്കൂൾ വിട്ട് വന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാനെ വിളിക്കട്ടെ എന്നാണ് ഞാൻ പറയണത്. ഉമ്മാനെ ഒന്ന് വിളിച്ചപ്പോൾ ഉമ്മ ബിസി ആയിരുന്നു. ഉമ്മയുടെ അനിയത്തിയുടെ അടുത്ത് വർത്താനം പറയുന്നു അത്രേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു വിട്ടാ. ഉമ്മാട് വർത്താനൊക്കെ പറഞ്ഞ് അവിടുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് നീറ്റു. തിരുമ്പാണ്ട് ഇപ്പോൾ എപ്പോഴും വെള്ളം വരില്ല. വെള്ളം ഇപ്പം അധികമായിട്ട് തോന്നുന്നുണ്ട് ഡാമിൽ. ഏത് നേരം ഇന്നലെ വന്നു, മിഞ്ഞാന്നും വന്നു, ഒക്കെ വന്നുണ്ട്. അപ്പോൾ ഇനി എന്നും തിരുമ്പല. അത് കാരണം തോരിടാനൊരു സ്ഥലമില്ല. ഇന്നലെ തിരുമ്പിയത് ഒരു ബക്കറ്റ് അങ്ങനെ വെച്ചേക്കട്ടാ, സ്ഥലം ഇല്ലാണ്ട്. അപ്പോൾ ഇന്ന് തിരുമ്പിയതും ഒക്കെ കൂടിയിട്ട് എവിടെ കൊണ്ടുപോയി ഇടുക എന്ന് ആലോചിക്കുന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ തുണികളൊക്കെ. പിന്നെന്താ, പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട, ഒരു കുറച്ച് പാത്രങ്ങൾ കിടക്കുന്നുണ്ട്. ചോറ് ഊറ്റിയ പാത്രമൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ചോറൊക്കെ വെന്തു, രാവിലെ നേരത്തെ വെക്കല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുക്കുകയാണ്. പിന്നെ തിരുമ്പണമുണ്ടോ ഒപ്പം. മുറ്റത്ത് നിങ്ങൾ കണ്ടില്ലേ കിടക്കണത്. എങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ അടിച്ചു വരാതിരിക്കുക അല്ലേ. ഒരുപാട് ഇലകളും തേക്കിൻ്റെ ഇല ആകെ കച്ചറ പിടിച്ച് ഇങ്ങനെ ചപ്പും ചവറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറ്. ഇന്ന് പുലർച്ചയ്ക്ക് നല്ല കാറ്റായിരുന്നു. ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ട്, ഒരു 5:30 ഒക്കെ ആകുമ്പോൾ നീച്ചു വിട്ടാ. അപ്പോൾ നല്ല കാറ്റ് വീശി, പിന്നെ മഴയും പെയ്തു. പിന്നെ ഇന്നങ്ങനെ മഴ പെയ്തിട്ടില്ല, കുറച്ച് നേരം മഴ പെയ്തിട്ടുള്ളൂ. പിന്നൊക്കെ ഇങ്ങനെ മൂടി കെട്ടിയിട്ട് ഭയങ്കര തണുപ്പ് അല്ലേ. ഇപ്പം ഞാൻ വൈകുന്നേരം മേല് കഴുകലൊക്കെ നിന്നു കേട്ടോ. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞ് ആദ്യം ഞാൻ എല്ലാ പണി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴാണ് ഞാൻ ഒന്ന് മേല് കഴുകുക. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. തുടക്കലൊക്കെ കണ്ട് കഴിഞ്ഞാൽ മേലൊക്കെ വെള്ളമാവുകയാണേ. ഫാൻറ്റുമ്മിലും ടോപ്പിലും ഒക്കെ വെള്ളമായിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാൻ നമുക്കൊരു അസ്വസ്ഥതയാണ്, വെള്ളം കാരണം. തണുപ്പല്ലേ. അപ്പോൾ തുടക്കൽ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പണി അങ്ങോട്ട് മേത്ത് വെള്ളമാവണ പണിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി, ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാട്ടെ മേല് കഴുകുള്ളൂ. ചോറൊക്കെ കഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സ് മാറ്റിയിടും. അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കെടുക്കാൻ പറ്റില്ല, ഭയങ്കര വിമ്മിഷ്ടമാണ് തണുപ്പായിട്ടേ. പിന്നെ വേറെ അസുഖങ്ങളൊക്കെ ജലദോഷം ഒക്കെ വരും, പിന്നെ ചുമക്കെ വരും. അപ്പോൾ അങ്ങനെ ഗൾഫിലൊക്കെ ഭയങ്കര ചൂടാണ്. അനിയൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയണേക്കാം, ഭയങ്കര ചൂടാണ് താത്ത. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഇനിയിപ്പോൾ ക്ലൈമറ്റ് മാറില്ലേ. അപ്പോൾ ഇവിടെ വന്നാൽ ഇനി ഇവിടെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആവും. ഇനിയിപ്പോൾ അങ്ങനെ ഗൾഫിൽ ഭയങ്കര ചൂടും ഇവിടെ നാട്ടിലൊക്കെ ഭയങ്കര തണുപ്പുമായില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ മുറ്റടിക്കാൻ അങ്ങോട്ട് ഇറങ്ങി. എന്താ പറയുക, ഈ തേക്കിൻ്റെ ഇലയാണ് കൂടുതൽ കേട്ടോ. ആകെ തേക്കിൻ്റെ ഇല. അത് വെട്ടി കളഞ്ഞതാണ്. പിന്നെ ഇങ്ങനെ മുളച്ചിങ്ങനെ ഇല കൊമ്പുമൊക്കെ ഇങ്ങനെ ഇല വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഈ വെട്ടൽ തന്നെ പണി. നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റൂലല്ലോ. അവരോട് ചോദിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും അവരുടെ വളപ്പൊക്കെ ഞാനിരുന്ന് അടിച്ചു വരി കൊടുക്കൂട്ടെ. ഇനിയിപ്പോൾ ഇത് ഉമ്മ കണ്ടിട്ട് പറയും, പെണ്ണ് തുടങ്ങി വല്ല വളപ്പ് ഇങ്ങനെ അടിച്ചു. ഇനിയിപ്പോൾ ഇന്ന് ആകെ അടിച്ചു വരിയിട്ടുണ്ട്. ആ അറ്റം വരെ ഞാൻ ഇന്ന് അടിച്ചു വരിയിട്ടുണ്ട്. അങ്ങനെ ചപ്പും ചവലായിട്ട് കിടക്കണതേ. അപ്പോൾ ഉമ്മ എന്തായാലും പറയാതിരിക്കില്ല. അങ്ങനെ അപ്പോൾ എന്തായാലും ഈ തെങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ അതാണ് സത്യം കേട്ടോ. ഞാൻ ഞങ്ങളുടെ അടുത്ത് പറയാണ്ട് എപ്പോഴും ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ എത്തുമ്പോഴല്ല മുറ്റടിക്കുമ്പോൾ എപ്പോഴും ഞാൻ ദിക്കറ് ചെല്ലുട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളികേരം എപ്പോഴാണ് വീഴാന്ന് പറയാൻ പറ്റില്ലല്ലോ. മരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈമാൻ കിട്ടി മരിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ എപ്പോഴും ദിക്കറൊക്കെ ചെല്ലിയിട്ടാട്ടോ ഈ മുറ്റൊക്കെ അടിച്ചു വരിക. അപ്പോൾ അങ്ങനെ എപ്പോഴാണ് പറയാൻ പറ്റില്ല. ഏത് നേരം നാളികേരം ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലത്തെ നാളികേരം വീഴും, ഈ പറമ്പത്തെ നാളികേരം പട്ടയായാലും എന്തായാലും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് പേടിയുണ്ട്. മരിക്കാൻ പേടിച്ചിട്ടല്ല, മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിച്ചോട്ടെ വെച്ചിട്ട് ദിക്കറൊക്കെ ചെല്ലിയിട്ടാട്ടോ ഞാൻ എപ്പോഴും ഈ മുറ്റടിച്ചു വരിക. അപ്പോൾ ഞങ്ങളോട് പറയാത്തതാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നപ്പോൾ ഒന്ന് പറഞ്ഞതാട്ടാ. അപ്പോൾ എപ്പോഴാണ് കഷ്ടകാലം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എപ്പോഴാണ് മരണം, നമുക്ക് എപ്പോഴാണ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഒരു മുൻകരുതലൊക്കെ വേണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആകെ അടിക്കൽ തന്നെയാണ് ഇന്ന്. മുറ്റാകെ ആ പറമ്പ് മൊത്തം അടിച്ചു പോയിട്ടാണ്. കൊതു വച്ചെങ്കിലും ഇങ്ങനെ കടിക്കുന്നുണ്ട്. കൊതു ഉണ്ട് പിന്നാലെ അങ്ങോട്ട് പോരുക. വല്ല ബിരിയാണി കൊടുക്കുന്നുണ്ടോ ആണാവോ, അങ്ങനെ പിന്നാലെ അങ്ങോട്ട് വരും കൊതു. എന്ത് കൊതു വെച്ചിട്ടാ, ഭയങ്കര കടി. കുറച്ച് നേരം ഇങ്ങനെ ചൊറിഞ്ഞിട്ട് നിന്നിട്ട് ഞാൻ. അങ്ങനെ കൊതു ആകെ മൊന്ത പിടിച്ചിട്ട് നിൽക്കല്ലേ. അപ്പോൾ അങ്ങനെ മുറ്റടിക്കൽ അങ്ങോട്ട് കഴിച്ചു. ആ പറമ്പ് അങ്ങോട്ട് പകുതി മുക്കാലും അടിച്ചു കയറിയിട്ടാണ്. അപ്പോൾ ഈ അടിച്ചു വരണ കാരണം ആ ഭാഗത്തൊന്നും അധികം പുല്ലില്ല. ആ ഭാഗത്തൊക്കെ നോക്കി ഞങ്ങൾ, അവിടെയൊക്കെ കണ്ട മൊന്ത പിടിച്ചേക്കണം. അവിടെ ഒന്നും അടിച്ചു വരുന്നില്ലല്ലോ. നമ്മൾ ഈ ചൂലിട്ട് വരണ്ടണ കാരണമാണ് ഇപ്പം പുല്ല് മുളയ്ക്കാത്തത്. അങ്ങനെ ഈ സൈഡ് ഞാൻ അടിച്ചു വരും, അപ്പുറത്തെ സൈഡ് ഇക്കാട് ഉമ്മ അടിച്ചു വരും കേട്ടോ. അത് കാരണം ആ ഭാഗത്തും ഈ ഭാഗത്തും അങ്ങനെ പുല്ല് മുളച്ചിട്ടില്ല.
അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതെന്താ കാണിക്കുന്നത് വെച്ചിങ്ങനെ കുറച്ച് എന്താ പൂവൊന്നുമല്ല കേട്ടോ, ചീനമുളകിൻ്റെ തെയ്യുണ്ട്, റോസാക്കൊമ്പ് കുത്തിയുണ്ട്, ഒന്നും ഉണ്ടാവണമൊന്നുമില്ല കേട്ടോ. പിന്നെ ആടലോടകത്തിൻ്റെ കൊമ്പ് കുഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആകെയുള്ളൊരു പൂവ് എന്ന് പറയാൻ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോഴേ ഓരോ പൂക്കളൊക്കെ കാണുമ്പോൾ കൊതിയാവുക. നമ്മളവിടെ സ്ഥലമില്ല, ഈ വളപ്പിൽ എത്ര ചിറ്റ ഒന്നും ഉണ്ടാവണമില്ല കേട്ടോ. എത്ര റോസാക്കൊമ്പാണ് ഞാൻ കുഴിച്ചിട്ടുണ്ടെന്ന് അറിയോ, ഒന്നും ഉണ്ടാവണില്ല. ഇപ്പോൾ നോക്കി പൂവുള്ളത് കാട്ടിയിരട്ടെ. അതൊക്കെ കാട് ഉമ്മ പണിക്ക് പോയിട്ട് തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് എവിടെ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്നത് വന്നിട്ട് അവർ കുഴിച്ചിട്ടതാട്ടാ. പക്ഷെ അവർ കുഴിച്ചിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വേപ്പിൻ്റെ തെയ്യായാലും എന്തായാലും അവർ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വേഗം ഉണ്ടാവുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ പട്ടി ഞാൻ ഉപ്പ അവിടെ നിന്നിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പാട് ഞാൻ പറയും, ഉപ്പ പട്ടി ഒരെണ്ണം അങ്ങോട്ട് കടന്നു, ഇവറ്റ് അതൊക്കെ മറച്ചിട്ടിട്ട് അങ്ങോട്ട് കിടക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഉപ്പ സേവ് ചെയ്യണ സെറ്റൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് അടിച്ചമർത്തുന്നുണ്ട് കേട്ടോ, ആ തൂണ് വെച്ചത്. അങ്ങനെ ഉപ്പ അതൊക്കെ അടിച്ചമർത്തി സെറ്റാക്കുന്നുണ്ട്. ഇനി അവരങ്ങനെ ചാടി കിടക്കൊന്നുമില്ല. അങ്ങനെ ഇവരെ ഒക്കെ കൂടി ആഞ്ഞങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഒക്കെ മറിച്ചിട്ടിട്ട് അവർക്കൊക്കെ കിടക്കുകയൊക്കെ ചെയ്യാട്ടോ. 8 എണ്ണല്ലേ, 8 പട്ടിക്കുട്ടികളാണേ. ഇതിനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഉണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും സുഖമാവട്ടെ, നല്ലത് വരട്ടെ എന്നൊക്കെ ഞാൻ എൻ്റെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താ, ഇപ്പോൾ പൂച്ച കയറിയിരിക്കണ നോക്ക്, പെരയുടെ മുകളിലാണ് കയറിയിരിക്കണം കേട്ടോ. ഈ പൂച്ച എപ്പോഴും പെരയുടെ മുകളിലാണ് കയറിയിരിക്കുള്ളൂ. എന്താണാവോ അതിന്, എപ്പോൾ നോക്കിയാലേ കാണാം അത് അതിൻ്റെ മുകളിൽ കയറിക്കണ്. അപ്പോൾ ഉപ്പ അതൊക്കെ ശരിയാക്കിയിട്ട് ഉപ്പ പോയിട്ട് ഒന്നുകൂടി സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉമ്മ അവിടെ ഇല്ല, ഉമ്മ തൊഴിലുറപ്പിന് പോയിക്കാണ്. പിന്നെ മീൻ നന്നാക്കണം, പണികളൊക്കെ ഒന്ന് ഒതുക്കി ഇക്ക പോയി, കുട്ടികൾ പോയി. ഇനി ഞാൻ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ, ഇക്ക പണിക്ക് പോയിക്കുക. അപ്പോൾ ഇനി ഈ വീട്ടിലത്തെ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ അടുക്കളയിൽ ഒതുങ്ങി കൂടുകയാണല്ലേ. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആവും. മക്കൾ പോയി കഴിഞ്ഞാൽ, വീട്ടിൽ ഭർത്താവൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അടുക്കളയിലത്തെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നോക്കിയിട്ട് ഇരിക്കലാവില്ലേ നമുക്കൊക്കെ ജോലി. അങ്ങനെ അതുകൂടെ ഈ യൂട്യൂബും കൊണ്ട് പോവുക നിങ്ങൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കാണാം. അതുപോലെ എല്ലാവരും ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ, കണ്ടിരിക്കാൻ നല്ല ഒരു എയിമാണല്ലേ. അപ്പോൾ എന്താ പറയുക, പൂച്ചോള് കണ്ടില്ലേ, മീൻ നന്നാക്കണ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വരും. അപ്പം ആകെ 3-4 എണ്ണം ഉള്ളൂ കേട്ടോ. ചാള തന്നെ വാങ്ങിയത്, നാടൻ ചാള എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചതാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചാള തന്നെയാണ്. പിന്നെ മാന്തളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പരുന്നിലൊക്കെ ഉണ്ട്. അത് നമ്മൾ മസാലയൊക്കെ പരട്ടില്ലേ, കായം പരട്ടി വെക്കുമ്പോൾ ഈ പരുന്നലും കൂട്ടിയിട്ട് പരട്ടുമ്പോൾ കാണാം വഴുക്കിയിട്ട് നിൽക്കില്ല. മിളകൊന്നും അതിൽ ശരിക്കും പിടിക്കുന്നില്ല. അതെന്താണെന്നറിയില്ല. എന്നാലും പൊരിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആ സംഭവം ഇഷ്ടമല്ല, ഈ പരുന്നേൽ പറഞ്ഞ സംഭവം എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. എനിക്കൊക്കെ ഓരോ സ്വഭാവമായിട്ട്, എൻ്റെ സ്വഭാവം നോക്കിയിട്ട് കാര്യമില്ല. എനിക്കൊക്കെ തോന്നണം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മയൊക്കെ മീൻ നന്നാക്കി തേരി അടിച്ചിങ്ങനെ മീൻ പൊരിച്ചത് കഴിക്കൂട്ടെ. എനിക്ക് മീൻ നന്നാക്കുമ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ തിന്നാൻ തോന്നില്ല. അത് എന്താണെന്നറിയില്ല, അത് ചെറുപ്പം മുതലുള്ള സ്വഭാവമാണ് കേട്ടോ. എൻ്റെ ഈ സ്വഭാവം എൻ്റെ ഉണ്ണിമോൾക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ കുഞ്ഞോൾക്കും കിട്ടിയിട്ടുണ്ട്. പൈസ പിന്നെ എന്തും കഴിക്കും. അപ്പോൾ നോക്കിയേ, മീൻ നന്നാക്കണ വരെ പട്ടിയോളും പൂച്ചോളും ഒക്കെ അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ മീൻ നന്നാക്കി വെള്ളം കൊണ്ടുവച്ചപ്പോൾ ഒക്കെ അത് പിന്നാലെ പോയിട്ട് അത് തിന്നാൻ കൊണ്ടിട്ടാ. അപ്പോൾ എന്താ ചെയ്യുക, ആകെ പട്ടിയും പൂച്ചയൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. അങ്ങനെ തേക്കിൻ്റെ ഇല വീണിട്ടാച്ചാൽ അങ്ങനെ അതെടുത്ത് കൊണ്ട് കളഞ്ഞു കേട്ടോ. അപ്പം മീൻ നന്നാക്കി കഴിഞ്ഞാൽ ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചട്ടിയിലിട്ട് കഴുകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു തന്നത് വേറെ ആരുമില്ല കേട്ടോ, ഇക്കാടെ ഉമ്മയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വഴുക്കലൊക്കെ പൂത്തരേ നല്ല വൃത്തിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ ആകുമ്പോൾ മീൻ നന്നാക്കാൻ മുമ്പോൾ ഇക്കാടെ ഉമ്മ പറയത്തിരി കല്ലുപ്പ് വാരിയിട്ടിട്ട് നന്നാക്കിക്കോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴുകാൻ പറഞ്ഞു തന്നത് ഇക്കാടെ ഉമ്മയാണ്. എനിക്കൊന്നും അറിയില്ല ഇതെങ്ങനെ എന്താണെന്നൊന്നും അറിഞ്ഞിരുന്നില്ല. കുറേയൊക്കെ ഇവർ പറഞ്ഞു തരുന്നതും ആരെങ്കിലൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടിട്ട് എൻ്റെ ഉമ്മ പറയണതും ഇക്കാടെ ഉമ്മ പറയുന്നതും ഒക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടാട്ടോ നമ്മൾ ഓരോന്ന് പഠിക്കണത്. നമ്മളിപ്പോൾ ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ കല്യാണം കഴിഞ്ഞ് വരുമൊക്കെ ഒന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. പിന്നെ മെല്ലെ ഇങ്ങനെ പഠിച്ച് വരുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഒരുവിധമൊക്കെ അറിയാം. അങ്ങനെ മീനൊക്കെ നന്നാക്കി കായം പരത്തി, ഞാൻ പറഞ്ഞില്ല ശരിക്കും മസാല അങ്ങോട്ട് പിടിക്കണില്ല. പിന്നെ അങ്ങോട്ട് കണ്ടില്ലേ ഓരോ സ്ഥലത്ത് ഇല്ല കേട്ടോ. അത് കാരണം ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം, ഈ പരുന്നിൽ പറഞ്ഞ സംഭവം കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കൂട്ടിയാണ്ട് പൊരിച്ചതാട്ടോ. അപ്പോൾ അങ്ങനെ പൈസയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ 2 തന്നെ മീൻ പൊരിച്ചത് അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ 3 അങ്ങനെ കഴിക്കില്ല. എനിക്കൊക്കെ വല്ലപ്പോഴും തോന്നിയാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ 2 പീസൊക്കെ കഴിക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം മാത്രമായിട്ടേ ഞാൻ കൂട്ടാൻ കൂട്ടുള്ളൂ. 2 നേരത്തേക്ക് ചിക്കൻ കൂട്ടാൻ എനിക്ക് ഇഷ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും വൈകുന്നേരത്തിന് ഞാൻ ചമ്മന്തി എന്തെങ്കിലുമൊക്കെ അരയ്ക്കും. അതങ്ങനെയാണ് ഞാൻ. അപ്പോൾ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞു. ഇനി എന്താ, ഉണക്കമുളകാട്ടോ കൂട്ടാൻ.
അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളിമുളകൊക്കെ കൊത്തുമുളകെല്ലാം മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല എരിവുള്ള മുളകും പൊടി കേട്ടോ. അത് കാരണം കുറച്ചിട്ടാൽ മതി. എന്താ പറയുക, മുളക് ഉണക്കി പൊടിക്കാനൊന്നും പറ്റില്ലല്ലോ, ഈ മഴയൊക്കെ അല്ലേ. അപ്പം പാക്കറ്റാണ് മേടിച്ചത്. അപ്പോൾ നല്ല എരിവുള്ള മുളക് തന്നെ കിട്ടിയേക്കണ്. പക്ഷേ നല്ല കയ്പ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല പൊടി തന്നെയാണ്. ഇത്തിരി എരിവ് കൂടുതലാണെന്നുള്ളൂ. അത് നമ്മൾ കുറച്ചിട്ടാൽ മതിയല്ലോ. അങ്ങനെ ഇത്തിരി വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് ചതച്ച് മറ്റേ സംഭവത്തോണ്ടൊക്കെ ഇടിച്ച് ചതച്ചിട്ടൊക്കെ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. മീൻ പൊരിച്ചതിനെ പരിണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അന്ന് ഞാൻ പൊരിച്ചതില്ലേ ആകെ കരിഞ്ഞു പോയി. എന്നിട്ടൊക്കെ പറയുക എന്ത് പണിയാണ് കാട്ടിയത് എൻ്റെ ശൗലത്തെ ഒക്കെ കരിയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഓടും. അപ്പോൾ ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുക, ഒന്ന് ക്ഷമിക്കുക, ഒന്ന് ക്ഷമിക്കുക, നമുക്ക് പിന്നെ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാനൊന്നും ഇങ്ങോട്ട് ഇതാക്കിയിട്ട് എടുക്കൂട്ടെ. പക്ഷേ എനിക്ക് ഒന്നാമതില്ലേ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല ഗൈസ്. പക്ഷേ ഞാനത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കൂട്ടാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനീ എന്നോട് ചോദിച്ചതെന്നൊക്കെ പറയും. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറ്റില്ല. പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നതൊക്കെ പറയൂട്ടാ. അതെന്താണ് അവൻ്റെ സ്വഭാവം, അങ്ങനെ ആയി പോവുകയും ചെയ്തു. അപ്പോൾ എന്ത് കൂട്ടാൻ വെച്ച് കൊടുത്താലും എങ്ങനെ ഉണ്ടിക്കാന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ ഇക്ക വന്നോ പണി മാറ്റിയിട്ട്. ഇടയ്ക്ക് വിക്കലൊക്കെ വരുന്നുണ്ടോ എനിക്ക് വർത്താനം ഇങ്ങനെ പറയല്ലേ, കുറച്ച് ലെങ്ത്ത് കൂടുതലാട്ടോ വീഡിയോയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ കച്ചവടം കഴിഞ്ഞ് എത്തി. അപ്പോൾ ഞാൻ തുടയ്ക്കായിരുന്നു. അപ്പോൾ ഒക്കെ പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി ചോറ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ചോറ് കഴിക്കാട്ടോ. അറച്ച് മേലൊക്കെ വെള്ളം, ഫാൻ്റെ മേലൊക്കെ വെള്ളാട്ടോ. ഒന്നും ഉണങ്ങിയിട്ടില്ല. കുളി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് മേല് കഴുകി മാക്സി ഇടുക, പക്ഷേ മാക്സി ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ കട ബനിയൻ എടുത്തിട്ടു, പിന്നെ ഒരു പലാസോ പാൻറ്റ് എടുത്തിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ എന്താ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. നല്ല സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് ഞാനൊക്കെ കൂടി ഇരുന്ന് കണ്ടു. അപ്പോൾ പിന്നെ ഇനി അടുത്തത് കുട്ടികളെ വിളിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവല് നനച്ചത് നല്ല ഇഷ്ടമായിട്ടാ. എനിക്കിങ്ങനെ അവല് നനച്ചത് കഴിക്കാനായിട്ട് നല്ലത് എനിക്ക് പാൽ ചായയിൽ ഇത്തിരി അവലൊക്കെ ഇട്ടിട്ട് ഇത്തിരി മധുരത്തോട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമുള്ളത് ഞാനങ്ങനെ കഴിച്ചിട്ടില്ല. ഒരു ടീസ്പൂൺ ഞാനിപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ടീസ്പൂൺ തന്നെ ഞാൻ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ ചായയിലിട്ടിട്ടാണ് കഴിച്ചത്. അതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരാൾ അവല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്ന് മേടിച്ചേക്കിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ പറയുക അയാൾ വന്നിട്ടില്ലടി, അന്ന് വന്നതാ പിന്നെ വന്നിട്ടില്ല പറഞ്ഞു. അപ്പോൾ വരുമ്പോൾ ഒന്ന് മേടിച്ചേക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മയോട്. അങ്ങനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അവല് നനച്ചതൊക്കെ? ഓരോരുത്തർക്കും ഓരോ ടൈപ്പല്ലേ. ചിലർക്ക് അവല് നനച്ചത് ഇഷ്ടമാണ്, ചിലർക്ക് വെറുതെ കഴിക്കാനും പിന്നെ അവല് വറുത്ത് കഴിക്കുന്നത് കാണാം എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ ചായയിലിട്ട് കഴിക്കാൻ കേട്ടോ ഇഷ്ടം. അപ്പോൾ എന്താ പറയുക, ഇക്കാടെ ഉപ്പ വന്നിട്ട് ചോദിച്ചു അവല് വേണമെന്നൊക്കെ ചോദിച്ചു. എല്ലാവരും ഇപ്പോൾ അവല തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പയുടെ അവിടെയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് ഉപ്പ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് കണ്ടാൽ ഞാൻ അപ്പോൾ ഈ ഒരു ടീസ്പൂണ് കഴിക്കണമല്ലോ കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ഉണ്ടോ മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തതാട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ട്. പിന്നെന്താ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ, വേറെ ഒന്നല്ലേ പറയണ മാതിരി തന്നെയാണ് കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്താ പറയുക, പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ആണിച്ചിങ്ങനെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക. നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വായിക്കാനും. വായിക്കുമ്പോഴേക്കും ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ എന്നെ കണ്ടിട്ട് അറിയുന്ന വെച്ചെങ്കിൽ ഒന്ന് ഹായ് എന്ന് പറയുക, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരികയൊക്കെ വെച്ചെങ്കിൽ ഞാൻ നിങ്ങളോടൊത്ത് സംസാരിക്കാം കേട്ടോ. എനിക്ക് അറിയില്ലല്ലോ ആരാണ്. ഇപ്പോൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ വരുന്നുണ്ട്. ഇവിടെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ആരാന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാച്ചെങ്കിൽ ഒന്ന് എൻ്റെ അടുത്ത് വരിക, അല്ലെങ്കിൽ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് വിചാരിക്കല്ലേ, ചിലപ്പോൾ അറിയാണ്ട് മൈൻഡ് ചെയ്യാണ്ടൊക്കെ പോവും. അതൊന്നുമല്ല, അറിയാത്ത കാരണമാണ്. അപ്പോൾ അടുത്തേക്ക് വന്നാൽ എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളെയൊക്കെ വിളിച്ച് കൊടുന്നു. അപ്പോൾ ഉപ്പ വന്നു. അവല് വേണോ ചോദിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അവലുണ്ട് ഉപ്പ, എന്നാൽ വായോ ചായ കുടിക്കാനൊക്കെ വിളിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു ഞാൻ ചായ കുടിച്ചു മോളെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു മൈക്കാണ് കേട്ടോ. മൈക്ക് മേടിച്ചപ്പോൾ ഒന്നും അറിയണില്ല, അതിൻ്റെ ഒരു സംഭവം മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ അത് ആരെങ്കിലും അടുത്ത് അറിയണവരോടൊക്കെ ഒന്ന് ചോദിക്കണം. അപ്പോൾ ഇക്ക കുറേ കുസ്തി പിടിച്ച് നോക്കി, ഒന്നും അറിയണില്ല കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ വന്നു, പിള്ളേർക്ക് ചായ കൊടുക്കുകയാണ്. ഭയങ്കര ഇഷ്ടമായിട്ടോ അവല് നനച്ചത്. അങ്ങനെ ഇനി ഉണ്ണിമോള് വരാണ്ട്. ഉണ്ണിമോൾക്ക് പേപ്പറൊക്കെ കിട്ടി, അവൾക്ക് ഫുള്ള് എ ആണ് കേട്ടോ.
എല്ലാത്തിലും അവൾ വാക്ക് പാലിച്ചു. എല്ലാത്തിലും എ കിട്ടി. അവൾക്ക് ഞാനൊരു ഉമ്മ കൊടുത്തു. ഇനിയിപ്പോൾ നാളെ അവൾക്ക് PTA മീറ്റിംഗ് ആണ്. അവൾക്ക് ബാഡ്ജ് കിട്ടും എന്നാണ് പറയുന്നത്. ഉമ്മച്ചിയുടെ ഇപ്പച്ചിയുടെ മുന്നിൽ വെച്ചിട്ടേക്ക് ബാഡ്ജ് നാളെ കുത്തി തരും എന്നൊക്കെയാണ് പറയണത്. ഇനിയിപ്പോൾ ഞാനൊക്കെയും കൂടി നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് മീറ്റിങ്ങിനൊക്കെ പോകണം. അപ്പോൾ പേപ്പറൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. ഒത്തിരി സന്തോഷമായി. അവൾ ഇത്തിരി പഠിക്കാൻ കുറച്ച് കുഴപ്പമില്ല. പഠിച്ചിങ്ങനെ ആദ്യം ഒന്നും ഈ കൊറോണയുടെ സമയത്തൊക്കെ പിന്നാക്കായിരുന്നു. പിന്നെ അവൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ എന്താ മിഡ് പരീക്ഷയ്ക്ക് ഇത്ര മാർക്കൊന്നും കിട്ടിയിരുന്നില്ല. ഇപ്പോൾ എല്ലാത്തിലും ഫുള്ള് എ കിട്ടിയിട്ടുണ്ട് അവൾക്ക്. അപ്പോൾ എനിക്ക് സന്തോഷമായി, ഇക്കാക്ക് സന്തോഷമായി. ഇനി നാളെ നമുക്ക് അവളെ സ്കൂളിലേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ആവട്ടെ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻ്റൊക്കെ ഇടുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ലൈക്കൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് അത്ര വലിയ ഇതൊന്നുമല്ല, എന്നാലും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.